അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ, നിങ്ങളുടെ ഉപ്പമാരെയും പിതാക്കന്മാരെയും പിതാക്കളുടെ പിതാക്കളെയും എല്ലാം സൃഷ്ടിച്ചവനായ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് പറയുന്നത്, നിങ്ങളോട് ഇത് കൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏറ്റവും ആദ്യത്തെ കൽപ്പനയാണ്. സൂറത്ത് ബഖറയിലെ ആയത്താണ്, ആദ്യത്തെ മുസ്ഹഫിലെ ആദ്യത്തെ കൽപ്പനയാണ് ഈ ആയത്ത്. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ. അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നവനാണ് ഭൂമിയെ, ഫിറാശൻ വാസയോഗ്യമായ നിലയിൽ വിരിപ്പാക്കി നൽകിയവനാണ് അള്ളാഹു. വസ്സമാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നതാണ്. ബിനാഅൻ വഅൻസല മിനസ്സമാഇ, ആകാശത്തിൽ നിന്ന് കാർമേഘങ്ങളിൽ നിന്ന് മഴ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ ഭക്ഷണയോഗ്യമായ കായ്കനികൾ അത് മുഖേന, മഴ മുഖേന നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു ഉൽപ്പാദിപ്പിച്ച് നൽകിയവനാണ്. ഫലാ തജഅലു, ആകയാൽ നിങ്ങൾ ചേർക്കരുത്, പങ്കു ചേർക്കരുത്, അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കരുത്. ഫലാ തജഅലു ലില്ലാഹി അൻദാദ, നിദ്ദുകളെ സ്വീകരിക്കരുത്, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ, സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിന് പുറമെ ആരാധിക്കാൻ പാടില്ല, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ഉപദേശം, അള്ളാഹുവിൻ്റെ ഉപദേശം ഏവരും ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.